ശ്രീ പാറയ്ക്കൽ അബ്ദുള്ള 7 മിനിറ്റ്. സർ, ശ്രീ എം വിൻസെൻ്റ് MLA ഇവിടെ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. സർ, ഇത് 2ാം തവണയാണ് സർ ഞാൻ ഈ സഭയിലെത്തുന്നത്. ഗൗരവമേറിയ ഉത്തരവാദിത്തം എന്നെ വിശ്വസിച്ചേൽപ്പിച്ച എൻ്റെ പ്രസ്ഥാനത്തോടും അതിൻ്റെ അമരക്കാരൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടുമുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു. അതോടൊപ്പം ഒരു കുടുംബാംഗത്തെ പോലെ എന്നെ നെഞ്ചോട് ചേർത്ത എൻ്റെ കുറ്റ്യാടിക്കാരോടുള്ള നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ്. സർ, ഒരു പുതുയുഗ പിറവി. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉയർത്തിയത് ഒരു പുതുയുഗ പിറവിയുടെ ആരംഭം കുറിക്കും എന്നാണ്. ആ തെരഞ്ഞെടുപ്പിന് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സാധാരണ 100ലേറെ സീറ്റ് വാങ്ങി അധികാരത്തിൽ പലതവണ ഇവിടെ പലരും വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കൂടുതൽ ലഭിക്കുമെന്നും 102 സീറ്റ് ഉണ്ടാകുമെന്നും 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്നും ഇന്ന രൂപത്തിലുള്ള പരാജയത്തിലേക്ക് പോകുമെന്നും CPM ഈ സഭയിൽ 2 അക്കത്തിൽ ഒതുങ്ങുമെന്നുമൊക്കെ വളരെ കൃത്യമായി നേരത്തെ തന്നെ പ്രവചിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച ഒരു ടീം UDF, അതിൻ്റെ നേതൃത്വം ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ സാർ ഉൾപ്പെടെ കൃത്യമായി പ്രവചിച്ചു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ കണ്ടതുപോലെ ഒരു പ്രവാചകനെ പോലെ പ്രവചിച്ചതൊക്കെ സത്യമായിരുന്നു. 100 സീറ്റ് 100+ കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിശ്ചയദാർഢ്യമുള്ള ഒരു ടീം, അതായിരുന്നു UDFൻ്റെ ടീം. ആ ടീം ഇവിടെ പറഞ്ഞതൊക്കെ അതുപോലെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് CPM ഇടതുപക്ഷം ചിന്തിക്കേണ്ടതാണ്. മത്സരിക്കാനിറങ്ങിയ 1 ഡസൻ മന്ത്രിമാർ തോറ്റുപോയ തെരഞ്ഞെടുപ്പ് എത്രയോ നാൾ മുമ്പേ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF ടീം അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആരും ഇതുപോലെ ഇങ്ങനെ പ്രവചിച്ചിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞപ്പോൾ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നു. ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു റെക്കോർഡാണ് സർ. UDF തൂത്തുവാരുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എറണാകുളം UDF തൂത്തുവാരും എന്ന് പ്രഖ്യാപിച്ചു സതീശൻ സാർ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾ മലപ്പുറവും തൂത്തുവാരും 16-ൽ 16 എന്ന് പറഞ്ഞു. പൂർണ്ണമായും UDF 14-ഉം 16-ഉം എറണാകുളത്തും മലപ്പുറത്തും തൂത്തുവാരി. UDFകാരുടെ പ്രതിനിധിയായി കോഴിക്കോട്. അപ്പോൾ ഞങ്ങളും പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചു കോഴിക്കോടിൻ്റെ അവസ്ഥ എന്താ? 13-ൽ 12 ഞങ്ങൾ വാങ്ങി. ഏതാണ് സർ കോഴിക്കോട്? കോഴിക്കോട് നേരത്തെ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോഴിക്കോടാണ്. ആ കോഴിക്കോട് ഞങ്ങൾ ഇവിടെ ഇന്ന് 12 പേര് ഈ നിയമസഭയിൽ നിരന്നിരിക്കുകയാണ് സർ. ഏതാണ് ഈ കോഴിക്കോട് സർ? തിരുവാക്കിന് എതിർവാക്കില്ലെന്ന് പറഞ്ഞ് TP ചന്ദ്രശേഖരനെ ഈ 52 വെട്ടിക്കൊന്ന് കൊല്ലാൻ വന്നവനെ കാറിൽ മാഷാ അല്ലാഹ് സ്പീക്കർ ഒട്ടിച്ച് നാട് കത്തിക്കാൻ നോക്കിയ CPMകാരുള്ള കോഴിക്കോട് സർ. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് ഷാഫി വടകരയിൽ മത്സരിക്കാൻ വന്നപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി വ്യാജമായി നിർമ്മിച്ച് നാട്ടിൽ കലാപമുണ്ടാക്കാൻ നോക്കിയ DYFIക്കാരുടെ കോഴിക്കോട് സർ. പേരാമ്പ്ര കോഴിക്കോടല്ലേ സർ? ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കൗമിലക്കുട്ടി എന്ന വൃത്തികെട്ട അനൗൺസ്മെന്റ് നടത്തിയ ഇടതുപക്ഷക്കാരുള്ള കോഴിക്കോട് സർ. അതിനെ ന്യായീകരിച്ചവരാരും ഇന്ന് സഭയിലില്ല സർ. അവരൊക്കെ തന്നെ വീട്ടിലിരിക്കുകയാണ്. ചെങ്കോട്ട എന്ന് കരുതി എന്തും ചെയ്യാൻ മടിക്കാത്ത ധിക്കാരികളായ CPMനെയും ഇടതുപക്ഷത്തെയും ജനാധിപത്യ മാർഗത്തിൽ നേരിട്ടാണ് സർ 13 മണ്ഡലങ്ങളിലുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഞങ്ങൾ ഈ സഭയിലെത്തിയത്. മതങ്ങളെയും വിവിധ സമുദായങ്ങളെയും ഭിന്നിപ്പിച്ച് ഭരണം പിടിക്കാൻ നോക്കിയ സഖാക്കൾ കോഴിക്കോടിൻ്റെ ചരിത്രം മനസ്സിലാക്കാതെ കോഴിക്കോട്ട് ഹിന്ദുവിനെയും മുസൽമാനെയും വേർതിരിച്ച് നിർത്താനുള്ള ശ്രമം നടത്തി സർ. ചരിത്രവും പാരമ്പര്യവും ഇനിയെങ്കിലും മനസ്സിലാക്കണം. സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാരുടെയും നാടാണ് സർ കോഴിക്കോട്.
ഹിന്ദുവിനെയും മുസൽമാനെയും ഭിന്നിപ്പിച്ച് ഭരിക്കാൻ നോക്കിയ പറങ്കികൾക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അവർക്ക് നടക്കാത്തത് CPM നടക്കും എന്ന് ധരിക്കുന്നത് മൗഢ്യമാണ് സർ. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു സർ. നിങ്ങൾ എന്താണ് കരുതിയത്? ഭിന്നിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയുമെന്നാണോ? ഇനിയും ഭിന്നിപ്പിന്റെ സ്വരവുമായി വന്നാൽ, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തോറ്റിട്ടേ ഉള്ളൂ. ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ് ഇനി നിങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ഉണ്ടാകുക. വടകര താലൂക്കിൽ കുറ്റ്യാടിയിൽ പ്രത്യേകിച്ച് CPM ഉയർത്തിയ അക്രമ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ കൂടി വിജയമാണ് ഉണ്ടായത്. ഇവിടെയുള്ള 140 സാമാജികരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ള ആർക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് ശാന്തിയാത്ര നടത്തേണ്ടി വന്നിട്ടുണ്ടാവില്ല സർ. പക്ഷെ കുറ്റ്യാടിയിൽ ഞങ്ങൾക്ക് അവസ്ഥ സംജാതമാകുന്ന ഒരു സ്ഥിതിയായിരുന്നു സർ. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ KC വേണുഗോപാലും അഭിവന്ദനായ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും ഷാഫി പറമ്പിൽ MP ചേർന്ന് ഞങ്ങളവിടെ സമാധാന യാത്ര നടത്തേണ്ടി വന്നിട്ടുണ്ട് സർ. ചോടന്നൂരിലെ KSU പ്രവർത്തകനായ ബിദുലിനെ ഓർമ്മയില്ലേ? മുൻ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെതിരെ ജനാധിപത്യപരമായി സമരം ചെയ്തതിൻ്റെ പേരിൽ സ്വന്തം അച്ഛനും അമ്മയും കിടന്നുറങ്ങുമ്പോൾ ബിദുലിൻ്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. ബോംബെറിഞ്ഞ CPMകാരന് കരുതിയത് ആരും അറിയില്ലെന്നായിരുന്നു സർ. പക്ഷേ CCTVയിൽ കുടുങ്ങി. അവസാനം പിടിക്കപ്പെട്ടപ്പോഴല്ലേ മനസ്സിലാവുന്നത് അത് CPMകാരനായ ഒരു അധ്യാപകനായിരുന്നുവെന്ന്. ആലോചിച്ച് നോക്കൂ, ഒരു അധ്യാപകനാണ് ഇരുളിൻ്റെ മറവിൽ ബോംബെറിയുന്നത്. ഈ ബോംബേറ് കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ പരസ്യമായി CPM നേതാക്കൾ സ്വീകരണം കൊടുത്തത് കണ്ടതല്ലേ സാർ? വടകരയിൽ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കലാപത്തിന് ശ്രമിച്ചവരുടെ കൂട്ടത്തെ പറ്റിയുള്ള അന്വേഷണം അവസാനം ചെന്നെത്തിയതും ഒരു DYFIക്കാരനായ അധ്യാപകനിലാണ് സർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ അധ്യാപകനെതിരെ CPMനെതിരെ ബഹുമാന്യനായ ആദരണീയനായ ആഭ്യന്തരമന്ത്രി SIT ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞാൻ ബഹുമാന്യനായ ആദരണീയനായ ആഭ്യന്തരമന്ത്രിയെയും ഈ ഗവൺമെൻറ്റിനെയും അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ പ്രവാസി മലയാളികൾ വളരെയേറെ പ്രതിസന്ധിയിലാണ് സർ. അവരുടെ കാര്യത്തിൽ ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് പ്രവാസികൾ നിൽക്കുന്നത്. അവിടെ മിഡിൽ ഈസ്റ്റിലുള്ള യുദ്ധം അതിങ്ങനെ വല്ലാതെ അവരുടെ ജോലിയെയും ബിസിനസ്സിനെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ ഒരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ നന്ദി പ്രമേയ ചർച്ചയെ ഞാൻ അനുകൂലിക്കുന്നു സർ.